കോഴിക്കോട്ടേക്ക് ഒന്ന് പോകാം. ഇംതിയാസ് കരിമുണ്ട്. ഇംതിയാസേ, കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ അല്ലേ വളരെ സജീവമായി വിൽപ്പന നടക്കുന്ന സ്ഥലമാണ്, പ്രത്യേകിച്ചും തുണിത്തരങ്ങളൊക്കെ. അപ്പോൾ തുണിത്തരങ്ങളാണ് നമുക്കറിയാം 2500 മുകളിലുള്ള തുണിത്തരങ്ങൾക്കേ വലിയ നികുതിയുള്ളൂ, ബാക്കിയൊക്കെ നികുതി കുറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു കച്ചവടത്തെ അല്ലേ കുറച്ചുകൂടി ഒന്ന് ഊർജ്ജം പകരുമെന്ന പ്രതീക്ഷയിലാണോ കച്ചവടക്കാരും വാങ്ങാനെത്തുന്നവർ? ദിവിഷ്മണി, തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്ടെ മിഠായി തെരുവ്. അത് പ്രത്യേകിച്ചും വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെയാണ്. പക്ഷെ ഇവിടെയൊക്കെ ചെറുകിട കച്ചവടക്കാർ, അങ്ങനെ വലിയ വിലയുള്ള വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ പൊതുവെ കുറവുള്ള ഒരു സ്ഥലം കൂടെയാണിത്. പക്ഷേ പ്രാഥമികമായി ഇവിടെ വന്ന് കച്ചവടക്കാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ GSTയുടെ കാര്യത്തിൽ ചില രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായ കാര്യം. എന്തായാലും നമുക്കത് അവരോട് തന്നെ ചോദിക്കാം. ഇതൊരു ചെരുപ്പിന്റെ കടയാണ്, കുറെ കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന, മിഠായി തെരുവിൽ പ്രവർത്തിക്കുന്ന ഒരു കടയാണ്. അപ്പോൾ ഈ GSTയുടെ പുതിയ സ്ലാബ് വന്നു, വില കുറയും എന്നുള്ളതാണ്. കുറേ സാധനങ്ങൾക്ക് വില കുറയും, വസ്ത്രങ്ങളുടെ കാര്യത്തിൽ വേറെ, ചെരുപ്പിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. എങ്ങനെയാ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രാബല്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ കൺഫ്യൂഷൻസ് ഒക്കെ തീർന്നോ? ഇപ്പോൾ നിലവിലിപ്പോ GSTനെ പറ്റിയൊന്നും വന്നിട്ടില്ല. ഇന്നലെ ആണ് അപ്ഡേഷൻ വന്നത്. ഇനിയിപ്പോൾ സം ടൈം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിലൊക്കെ മൊത്തം ചേഞ്ച് വരും. സാധനത്തിൽ ഇത്ര ടാക്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പം സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യണമല്ലോ, പുതിയ ഇത് പ്രകാരം അപ്ഡേറ്റ് ചെയ്യണമല്ലോ. ഇല്ല, അത് ഇതുവരെ നടന്നിട്ടില്ല. നിലവിൽ അപ്ഡേഷൻ വന്നേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതികളൊന്നും ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടില്ല. അപ്ഡേറ്റഡ് ആവും, ഇപ്പോൾ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്ഡേറ്റഡ് ആവും. ഇന്നൊക്കെ ആളുകൾ സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? സാധാ ഇതിൽ തന്നെയാണ് പോകും, നോർമൽ പ്രൈസിൽ തന്നെയാണ് പോകും. ഈ പഴയ സ്റ്റോക്കുകളൊക്കെയാണോ കൂടുതൽ? അങ്ങനെ അല്ലല്ല, ന്യൂ അറൈവൽസ് തന്നെ പോകും. അറൈവൽസ് ഫുള്ളും ന്യൂ അറൈവൽസ് ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഒരു 2 ഡേ ആഫ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് ടാക്സ് കൂടും. വില കുറയുമ്പോൾ അത് കുറെ കൂടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഉപകാരമാണ്. അതേസമയം നിങ്ങളെ എങ്ങനെ ഇത് ബാധിക്കുന്നത്? ഞങ്ങൾ ബാധിക്കാന്ന് ഉപകാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എത്ര % വരുന്നതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ടാക്സ് ആവും. ചിലതിന് കുറയും, ചിലതിന് കൂടും. അങ്ങനെയാണ് വരുന്നത്. നാളത്തോട് കൂടി ഈ സിസ്റ്റം ഒക്കെ മൊത്തം അപ്ഡേറ്റഡ് ആവും. ഒരു 2-3 ഡേ ആഫ്റ്റർ എന്തായാലും അപ്ഡേറ്റഡ് ആവും. അതിനുവേണ്ടി ആളുകളൊക്കെ എത്തിക്കുന്നുണ്ട് ഈ സിസ്റ്റം സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടി. നമുക്ക് സ്വയം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റൂല. അത് വേറെ തന്നെ ഈ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരെ തന്നെ വന്നിട്ട് അങ്ങനെ ചെയ്തു. ഓക്കെ, അതാണ്. ഇതൊരു ചെറിയൊരു ചെരുപ്പിന്റെ കടയാണ്. അവിടെ എത്തുമ്പോൾ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ അവർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് മിഠായി തെരുവിൽ തന്നെ അനേകം വസ്ത്ര കടകളൊക്കെ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുകൂടെ നോക്കാം. അതിപ്പോൾ ചെരുപ്പിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. പക്ഷെ വസ്ത്രത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ 2500 മുകളിൽ വിലയുള്ള വസ്ത്രങ്ങൾക്കാണ് വലിയ നികുതിയൊക്കെ ഉള്ളത്. ചേട്ടാ, എങ്ങനെയാ അപ്പം GST പ്രാബല്യത്തിൽ വരുന്നു, പുതിയ വസ്ത്രങ്ങൾക്ക് വില കുറയുന്നു എന്നുള്ളതൊക്കെയാണ് കാര്യം. എങ്ങനെ ഇവിടുത്തെ കൺഫ്യൂഷൻസ് ഒക്കെ തീർന്ന സിസ്റ്റം ഒക്കെ അപ്ഡേറ്റ് ചെയ്തോ? ഞാൻ കോട്ടൺ സാരി ഡീലറാണ്. കോട്ടൺ സാരിക്ക് ആസ് ഇറ്റ് ഈസ് 5% ആണ്. അതിപ്പോഴും 5% തന്നെയാണ്. അത് കൂടുന്നതെന്ന് പറഞ്ഞാൽ വില കൂടിയ സാരികൾക്കാണ്. 2000 മേലെ വരുന്ന പർച്ചേസിങ് റേറ്റുള്ള സാരികൾക്കാണ് കൂടുതലുള്ളത്. ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ ഇതിന് മാറ്റമൊന്നുമില്ല, 5% തന്നെ. 2000 താഴെ ഉള്ള കോട്ടൺ സാരികളാണ്, അതിനെ ബാധിക്കില്ല. കൂടിയ വിലന്റെ സാരികൾക്കാണ് 12% ആക്കിയിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ബാധിക്കുന്നില്ല. ഇല്ല. അത്ര വലിയ വിലയുള്ള സാധനങ്ങളും ഇവിടെ ഇല്ല. ഓക്കെ, നമ്മൾ സേഫ് ആണെന്നാണോ? സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണ്ട. അതെ. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, കുറേ കടകൾ ഇതുപോലെ തന്നെ വസ്ത്രക്കടകൾ തന്നെ ഒരുപാട് വേറെയുമുണ്ട്. നമുക്കിവിടെ 1-2 കടകൾ കൂടെ നോക്കാമെന്ന് തോന്നുന്നു. ചേട്ടാ, ഞങ്ങൾ മാതൃഭൂമിന്നാണ്. അപ്പോൾ ഈ GSTയുടെ പുതിയ ഇതൊക്കെ വന്നല്ലോ, പുതിയ സ്ലാബ് വന്നു, പുതിയ പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് നമ്മുടെ വസ്ത്രക്കടകളിലേക്ക് എത്തുന്ന ആളുകൾക്കൊക്കെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ആയിട്ടില്ലല്ലോ. ഇപ്പം ഒന്ന് സ്റ്റാർട്ടിങ് അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി പുതിയ സാധനം വരുമ്പോൾ അതിൻ്റെ വില കുറവൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ വരുന്നുള്ളൂ. ആൾ വരണം, എന്നാൽ നോക്കാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് സാധനം എടുക്കുമ്പോഴല്ല അതിൻ്റെ വില കുറവിൻ്റെ അറിയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ എടുത്തു കഴിഞ്ഞ് ഓൾറെഡി ഉള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇനി പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വരുള്ളൂ. സ്റ്റോക്ക് ആണെങ്കിൽ നമ്മളത് GST വരുന്ന സമയത്ത് ആളുകൾക്ക് അത് എങ്ങനെ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അല്ല, GST അത് ചെറിയ മാറ്റങ്ങൾ വരും. അല്ലാണ്ട് ഇപ്പം ബില്ലടിക്കുന്ന സിസ്റ്റം ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, അത് ഇനിയിപ്പം ചെയ്യുള്ളൂ. ഒക്കെ റെഡിയായി വരണം. ഒന്ന് പ്രാബല്യത്തിൽ വന്നിട്ടല്ലേ ഉള്ളൂ. എന്തായാലും ജനങ്ങൾക്ക് വളരെയധികം ഉപകാരമുള്ളൊരു കാര്യമാണ്. അതെ, ഉപകാരം ഉണ്ടാവും. ഇതിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്, ഉപകാരം ഉണ്ടാവും.